ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപക്ഷർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കംബാക്ക്. ഇന്നലെ രാത്രി നടന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും അതേപോലെ തന്നെ പോർച്ചുഗലിന്റെയും കംബാക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 വിജയിക്കാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ അത് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഡബിൾ. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിക്കാത്തതും അതേപോലെ തന്നെ പന്ത് കൊടുക്കാത്തതിന്റെ ക്ഷീണമൊക്കെ മൊത്തം തീർത്തു പോർച്ചുഗൽ ടീമും പോർച്ചുഗലിന്റെ നായകനായ ക്രിസ്ത്യാനോ റൊണാൾഡോയും. അങ്ങനെ ഡബിൾ അടിച്ചിട്ട് 2026 വേൾഡ് കപ്പിന്റെ വരവറിയിച്ചിരിക്കുകയാണ്. അപ്പോ അണ്ണനിലേക്ക് ബോൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ് കാണിക്കുക എന്നുള്ളത് ഇന്ന് കാണിച്ചു തന്നല്ലോ. അപ്പോ ഇനി വിമർശകര് കുറച്ചു നേരം വായടച്ചു വെക്കുക. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എമ്മാതെ 2 ഗോളുകൾ, കിടിലൻ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ. അതേപോലെ തന്നെ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന 10 ഗോളുകൾ എന്ന റെക്കോർഡ് എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് 6ാം വേൾഡ് കപ്പിലും ഗോൾ സ്കോർ ചെയ്യുന്ന ഒരേ ഒരു പ്ലെയർ ആണെന്ന് വേൾഡിലുള്ളൂ. അതാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്താ പറയാ ഈ ചങ്ങാതിനെ കുറിച്ച്? കഴിഞ്ഞ കളിയിൽ ആ ബോള് കിട്ടാത്തത്, കൊടുക്കാത്തതും അതൊക്കെ പല പല കാര്യങ്ങളായിരിക്കും. പല പ്ലെയേഴ്സും പറയാനുണ്ടാവും, അതേപോലെ ടീമിനും പല സ്ട്രാറ്റജി ഉണ്ടാവും. എല്ലാ കളിയിലും ഒരേപോലെ കളിക്കണമെന്നില്ലല്ലോ. പക്ഷെ ഇന്നലത്തെ കളി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചു, ലോകമുറ്റുമുള്ള ഫുട്ബോൾ പ്രേമികളൊക്കെ പ്രതീക്ഷിച്ചു അത് ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചൊരു എന്താ പറഞ്ഞാൽ ഷോർട്ട് ഫ്രീ കിക്കാണ്. ആ ഫ്രീ കിക്ക് കിട്ടിയപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിക്കുന്ന തന്നെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെൻഡീസ് വന്നിട്ട് ആ ലെഫ്റ്റ് ഷൂട്ട് കൊണ്ട് ആ ഗോൾ നേടുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ സെലിബ്രേഷൻ കാണിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും പോർച്ചുഗൽ ടീമിനെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു കിടിലൻ അസിസ്റ്റിലാണ് 2ാമത്തെ ഗോള് റൊണാൾഡോ നേടുന്നത്. പിന്നെ ആ സെലിബ്രേഷനും അതേപോലെ തന്നെ എന്താ പറയാ, ആ ഒരു സെക്കൻഡ് ആ ഒരു ചാൻസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രീ കിക്ക് അതും റൊണാൾഡോ അടിക്കുന്നു വിചാരിച്ചു. അവിടെയും ടീം ടാക്ടിക്സ് അതാണ് വർക്കൗട്ട് ആയത്. ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ഇങ്ങനെയാണ് എല്ലാവരും ഒരു പോർച്ചുഗലിനെ കാണുന്നതും അതേപോലെ തന്നെ പോർച്ചുഗൽ ഫാൻസും ആഗ്രഹിക്കുന്നതാണ്. പോർച്ചുഗൽ ടീമും പോർച്ചുഗൽ ഫാൻസും ആഗ്രഹിക്കുന്ന ഒരു കളിയാണ് ഇന്ന് ശരിക്കും നടന്നതെന്ന് പറയാം. ആ ഒരു ഫ്രീ കിക്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ആ ഫ്രീ കിക്ക്. ആദ്യം റൊണാൾഡോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. റൊണാൾഡോ ആ ബ്രേക്ക് ലൈൻ, ആ ഒരു ഓഫ് ലൈൻ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുന്നു, ഓടി പോകുന്നു. കുറച്ചൊന്ന് സ്പീഡ് കിട്ടുന്നു. അപ്പൊ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആ ബോൾ ചിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് റൊണാൾഡോന്റെ കാലിലേക്ക് ആ ബോൾ നിന്ന്. അപ്പോഴും ഗോൾ കീപ്പർ മാത്രമാണ് ഇത് മണത്തറിഞ്ഞുള്ളൂ, വേറൊരു കുട്ടി അറിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഫ്രീ കിക്കിൽ ഒരു ടാക്ടിക്സ്, സെക്കൻഡ് ഫ്രീ കിക്കിൽ അതിനേക്കാളും മികച്ച ഒരു ടാക്ടിക്സ്. അതെങ്ങാനും ഗോൾ ആയിരുന്നെങ്കിൽ ഒന്നും പറയേണ്ട മക്കളെ, ഇന്നത്തെ ഹാട്രിക്കും ആശാനങ്ങൾ തൂക്കിയിട്ട് പോയെന്ന്. 6ാം മിനിറ്റിലാണ് ഫസ്റ്റ് ഗോൾ പറഞ്ഞത്, അതും ക്യാൻസലോയുടെ ഒരു അടിപൊളി ക്രോസ്. അത് ടൈറ്റ് ആംഗിളിൽ നിന്നാണ് ആ ഒരു ഗോൾ പോകുന്ന, ഒരു രക്ഷയില്ല. അപ്പോ ഈ ചങ്ങായി 41 ഇനി 51 വയസ്സായാലും ഈ ഗോൾ അടിക്കേണ്ട എബിലിറ്റി ഉണ്ടല്ലോ, അതൊന്നും എവിടെയും പോയിട്ടില്ല. ചിലപ്പോ സ്കില്ലും ട്രിപ്പിളും കാര്യങ്ങളൊക്കെ ആളുടെ നിന്ന് മോശം പോയിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു ഹെഡറും അതേപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അതൊന്നും എവിടെയും പോവില്ല. ഇനി 40 അല്ല, 45 അല്ല, 50 വയസ്സ് കഴിഞ്ഞാലും എവിടെയും പോവില്ല എന്നുള്ള കാര്യമാണ്. റൊണാൾഡോ എത്ര കാലം മൈതാനത്തുണ്ടാവും അത്ര കാലം ഈ ഗോൾ സ്കോർ ചെയ്യാനുള്ള അങ്ങേരുടെ കഴിവും എവിടെയും പോവില്ലെന്ന്. എന്താ പറയുക, ചെറിയ കുട്ടിയൊന്നല്ല. ഇതൊക്കെ പദം വന്ന് അടിച്ചടിച്ച് പദം വന്ന് ചങ്ങായി എന്ന് പറയാം. 2ാമത് ഗോൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷ്, ആ ബോൾ എല്ലാവരും ചിലപ്പോ ഷോട്ട് അടിച്ചിരുന്നതാണ്. ഈ ചങ്ങായി ഒരു സ്ലൈഡ് ചെയ്തിട്ട് വിട്ടത്. ആ ബോൾ ഇങ്ങനെ 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 കരിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ, ഗോൾ പോസ്റ്റിലേക്ക് കയറി പോകുമ്പോൾ എന്ത് രസമായിരുന്നു കാണാൻ. ഞാൻ അവിചാരിതമായിട്ട് ഇന്ന് കളി കാണാൻ എത്തിപ്പെട്ടത് ഇന്ത്യൻ അസോസിയേഷനിലായിരുന്നു. അവിടെ പൊതുവെ ഏത് ഫാൻസിന്റെ കളി ഉണ്ടാവുക, വലിയ സ്ക്രീനിൽ വലിയ ടിവിയിൽ കളി കാണുന്നുണ്ട്, കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പോകുമ്പോൾ 10-30 പേരുണ്ടായിരുന്നു. പിന്നെ കളി തുടങ്ങിയപ്പോൾ ഒരു 100 പേരായി. അപ്പൊ ഞാന് വേറൊരു കാര്യത്തിന് ആ വഴിക്ക് പോയതാണ്. അപ്പൊ ആ സമയമായപ്പോൾ കളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കളി കാണാൻ ആൾക്കാരുണ്ടെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് കയറാൻ. ഞാനാണെങ്കിൽ ബാഴ്സന്റെ ജേഴ്സി ഇട്ടാ പോകുന്നത്. കുറെ ജുവന്റസും പോർച്ചുഗലിന്റെ ജേഴ്സി ഇട്ട് കുറെ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പോയിരുന്നു, വല്ലൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, അങ്ങനെ പോയിരുന്നു കളി കണ്ടു. വല്ലാത്തൊരു വൈബായിരുന്നു അവരുടെ കൂടെ കളി കാണുന്ന പറഞ്ഞാൽ. കുറെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഗോൾ അടിച്ചു, സെക്കൻഡ് ഗോൾ അടിച്ചപ്പോഴും ഭയങ്കര ഇതായിരുന്നു. 2 ഗോളിനെതിരെ ഉസ്ബെക്കിസ്ഥാൻ ഒരു ഗോൾ അടിക്കുന്നുണ്ട്. ആ ഗോള് നോക്കുമ്പോൾ സെലിബ്രേഷൻ ഇവരെക്കാളും, പോർച്ചുഗൽ ഫാൻസിനെക്കാളും കൂടുതൽ സെലിബ്രേഷൻ ആ ഗോളിന്. ഞാൻ നോക്കി, ഉസ്ബെക്കിസ്ഥാൻ ഇത്രയും ഫാൻസോ? അണ്ണന്റെ വിരോധികളായിരുന്നു അവിടെ ചുറ്റുമുള്ളത് എന്നുള്ള, ബാക്കിൽ മൊത്തം അണ്ണന്റെ വിരോധികളായിരുന്നു. പിന്നെ ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് കാണാതില്ല. എന്താ പറഞ്ഞാല് കളി എനിക്കും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, പോർച്ചുഗൽ ഫാൻസിന് ഒക്കെ ആയിരിക്കും കളി നല്ല കളി, 5 ഗോളിന് ജയിച്ചു എന്നുള്ള കാര്യമാണ്. പക്ഷെ പോർച്ചുഗൽ ഫാൻസിന് ആത്മാർത്ഥമായിട്ട് പറയണം, കളി നന്നായിരുന്നു. എന്താ പറഞ്ഞാൽ അത്രയും മോശം കളിയായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. കൊളംബിയക്കെതിരെ കുറച്ചെങ്കിലും അവര് ഇതിനേക്കാളും മെച്ചപ്പെട്ട പ്രകടനം. എന്തോ ഒരു പേടിച്ചിട്ട് കളിക്കുന്ന പോലെ. ഒരു ഡിഫൻസ് ആണെങ്കിൽ ഡിഫൻസ് ഇല്ല, അറ്റാക്കിംഗ് ആണ് അറ്റാക്കിംഗ് ഇല്ല, മിഡ്ഫീൽഡ് ആണെങ്കിൽ മിഡ്ഫീൽഡ്. ബോൾ കാലിൽ കിട്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അന്താളിച്ച്, അതേപോലെ മിസ് പാസുകൾ, അതേപോലെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പോർച്ചുഗലിന്റെ ഫാൻസ് അതും പെനാൾട്ടി ബോക്സിലൊക്കെ നിന്നിട്ടാണ് ആ കൊടുക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് 5 എണ്ണത്തിൽ ഒതുങ്ങിയതെന്ന് പറയാം. ഒന്നുകൂടെ ചിലപ്പോൾ പോർച്ചുഗൽ മതിയെന്ന് വിചാരിച്ചായിരിക്കും. അല്ല, ഒന്നുകൂടെ ഉഷാറായിട്ട് കളിച്ചാണെങ്കിൽ ചിലപ്പോ ഒരു 6 or 7 ഗോൾ കയറേണ്ട പണി ഉണ്ടായിരുന്നു.
അത്രയും മോശം എന്ന് പറയാം. ഉസ്ബെക്കിസ്ഥാനെ എന്താ പറയാ ബോൾ കിട്ടുന്ന അവസരങ്ങൾ ആ ഒരു 22 നമ്പറുകാരനായ ചങ്ങായി ഒഴിച്ചു നിർത്തിയാൽ വേറെ എല്ലാവരും പൂജ്യ കളി എന്ന് പറയാം. അതില് ഒരു സെൽഫ് ഗോൾ, ആ സെൽഫ് ഗോളും സേവ് ചെയ്യേണ്ട ഗോൾ കീപ്പറും തട്ടി ആ ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറ്റാണ്. പിന്നെന്താ പറയാ, കളി കാണുന്ന പോർച്ചുഗൽ ഫാൻസ് വരെ അവിടെ ഇരുന്നിട്ട് നിരാശയാണ്. എന്താ പറഞ്ഞാൽ അവർക്ക് ഒരു ടൈറ്റ് ഫൈറ്റ് ഒന്നും കാണാൻ പറ്റില്ല. സിമ്പിളായിട്ട് ഒരു ടീമിന്റെ കൂടെ ജയിച്ചു എന്ന് പറയും. അങ്ങനെ പോർച്ചുഗൽ ഫാൻസിന്റെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ പെങ്ങളുടെയൊക്കെ അഭ്യർത്ഥന പോർച്ചുഗൽ ടീം ഒന്നായിട്ട് ഇന്ന് ഏറ്റെടുത്തിരിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇട്ട ക്രോസുകളും പാസുകളിലും ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് റൊണാൾഡോന്റെ തലയിലേക്കാണ്. പക്ഷെ അവരുടെ ഡിഫൻസ് കുറച്ച് അതായതുകൊണ്ട് ഹെഡ് ചെയ്തിട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ന് കൂടുതൽ പാസുകളും റൊണാൾഡോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കിടിലൻ 2 പാസ് കണ്ടില്ലേ, 2 ഗോൾ കണ്ടില്ലടോ. ആദ്യ ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3-ാം മിനിറ്റ് ഒരു കിടിലൻ ചാൻസ്, മെൻഡീസിന്റെ ഒരു കിടിലൻ ക്രോസ് ഒന്ന് റൊണാൾഡോയുടെ ബൂട്ടിൽ സൈഡിൽ തട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഇത് പറഞ്ഞു, അത് സെക്കൻഡ് ഗോളിൽ തീർത്ത്, സെക്കൻഡ് ചാൻസിൽ അത് തീർത്തിട്ടുണ്ട് ക്യാൻസലോയുടെ വക. അപ്പോ ഇന്നത്തെ കളിയിൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഫ്രീക്കുകളും ചിലപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോൾ ആവാതിരിക്കാം. പക്ഷെ അതിനേക്കാളും ഉള്ള ഒരു ടാക്ടിക്സ്, ആ ഒരു ടീം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ ടീമായിട്ട് കളിക്കുന്നതിന്റെ ഒക്കെ ഒരു ഇത് കാണിച്ചതാണ്. അതേപോലെ ടീം വർക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഓക്കെയാണ്. പിന്നെയും എനിക്ക് പോർച്ചുഗലിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോലൊരു ടീമിനോട് മിഡ്ഫീൽഡ് ശരിക്കും ശോകമായിരുന്നു. നവാസ് കുറച്ചെങ്കിലും കളിച്ചു പറയാം. വിറ്റിനയുടെ ഭാഗമൊന്നും കണ്ടില്ല. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് അതാളെ എപ്പോഴും കളിക്കുന്ന പോലെ തന്നെ ആ മിഡ്ഫീൽഡിനെ കൺട്രോൾ, ആ PSG ഇവന്മാർ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ജാവോ നവാസും വിറ്റിനി, ഇവര് എന്താണ് PSG കാണിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. PSG കളി കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും, അത് ഇവരുടെ കളി കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവര് എന്താണ് പോർച്ചുഗലിന് വേണ്ടി കാണിക്കുന്നത്. നവാസ് പിന്നെയും ഓക്കെ എന്ന് പറയാം, അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കളിയിൽ ഗോളൊക്കെ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ വിറ്റിനിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് അത്ര വലിയ ഒരു പെർഫോമൻസ് ഇല്ല. അതേപോലെ തന്നെ നോക്കി ക്യാൻസലോ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നു, ആള് ഫസ്റ്റ് കളിയിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് കളിയിൽ തീയായിരുന്നു ഒരു ഡിഫൻസിനും അറ്റാക്കിങ്ങിലൊക്കെ നോക്കി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മെൻഡീസിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫിലിക്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫിലിക്സിന്റെ നല്ല, അതേപോലെ നെറ്റോ അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് വിറ്റീനയുടെ കാര്യം, വിറ്റീന ആ ഒരു PSG വേണ്ടി കാണിക്കുന്ന മന്ത്രജാലം ഒന്നും ഇവിടെ അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള കാര്യമാണ്. അതുപോലെ ഡിഫൻസ് എന്ന കാര്യം നോക്കണം, ഡിഫൻസ് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അടുത്ത മത്സരമായിരിക്കും പോർച്ചുഗലിന് എന്താ പറയാ നിർണായകം എന്ന് പറയാ, ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കാനുള്ള മത്സരമായിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കൊളംബിയാണ് അടുത്ത മത്സരത്തിൽ. കൊളംബിയ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനും അന്ന് അത്യാവശ്യം മെച്ചപ്പെട്ട കളി എന്ന് പറയാം. ഈ ഒരു കളി കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാ നമ്മുടെ എന്താ പറയാ അത്രയും അത്രയും മോശമായിട്ടാണ് അവരുടെ കളി ഉണ്ടായിരുന്നത്. അത് ബോൾ കൺട്രോൾ വരില്ല, ബോൾ പാസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നതെന്ന് അറിയാതെ ഈ എന്താ പറയാന്നില്ല, അത് കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ടീമായിട്ട് അവര് റൊണാൾഡോയ്ക്ക് വേണ്ടിയിട്ട് റൊണാൾഡോനെ കൊണ്ട് ഗോൾ അടിപ്പിച്ച്, അതേപോലെ റൊണാൾഡോ മറ്റുള്ളവർക്ക് ഫ്രീ കിക്കും അതേപോലെ തന്നെ അങ്ങനെ പെനാൽറ്റിയൊക്കെ ഓഫർ ചെയ്തിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ട് പേരും ആ ഒരു ടീമായിട്ട് വർക്കായി ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഒരു കോച്ച് എടുക്കുന്ന ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അതും കൂടി അവിടെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ പോർച്ചുഗലിനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവര് കളി മെനയും അതേപോലെ തന്നെ ഗോളുകൾ അടിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അങ്ങനെ ടീമായിട്ട് കളിക്കണം എന്നുള്ളതാണ്. ആ കളി ഇന്നത്തെ കളി കാണാൻ പറ്റി. ഇനിയും വരും മത്സരങ്ങളിലെല്ലാം അത് ഒട്ടും മാറില്ല. അത് മാറാതെ പോവുകയാണെങ്കിൽ സെമി ഫൈനലിൽ എന്തായാലും പോർച്ചുഗലിന്റെ നെടുന്തൂണായിട്ട് റൊണാൾഡോയും പോർച്ചുഗൽ ടീമും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയും ഗോളുകൾ അടിച്ചു കൂട്ടാൻ ബാക്കി നിൽക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഇന്നിപ്പോ 5 ഗോളുകളാണ്, 4 പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഓൺ ഗോളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വില പറയിച്ചിരിക്കുകയാണ്, 2026 വേൾഡ് കപ്പിൽ ഞങ്ങൾ എന്തായാലും സാന്നിധ്യമുണ്ട്. ഫസ്റ്റ് കളി തന്നെ 1-1 സമനിലയായപ്പോൾ ശരിക്കും നെട്ടിപ്പോയി. അതും ഏറ്റവും കൂടുതൽ ശതമാനം ബോൾ പൊസിഷനും വെച്ച് ഏറ്റവും കൂടുതൽ ബോൾ കൺട്രോളും ചെയ്തിട്ട് ഓൺ ടാർഗറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ ഗോൾ കീപ്പറെ വിറപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടിച്ച ഗോളുകളൊക്കെ എണ്ണം പറഞ്ഞ ലാസ്റ്റ് ലിയോന്റെ ഗോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിടലിനായിരുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോകാം. പോർച്ചുഗൽ വിസസ് ഉസ്ബെക്കിസ്ഥാൻ, ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവര് 16 ഷോട്ടുകളാണ് പോർച്ചുഗൽ എടുത്തിട്ടുള്ളത്. അതിൽ 9 ഓൺ ടാർജറ്റിലേക്ക് വന്നപ്പോൾ 7 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാൻ. അവിടെ 2 മാത്രം ഓൺ ടാർജറ്റിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. 66% പൊസിഷൻ ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ 34% പൊസിഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. അവർ ആ പൊസിഷൻ എങ്ങനെയാണ് കാലിൽ ഹോൾഡ് ചെയ്തതെന്ന് കളി കണ്ടവർക്ക് അറിയാൻ പറ്റും. 606 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 262 പാസുകൾ മാത്രമാണ് ഉസ്ബെക്കിസ്ഥാൻ കംപ്ലീറ്റ് ചെയ്തത്. 92% പാസിംഗെ കുറിച്ച് പോർച്ചുഗൽ ഉണ്ടായിരുന്നപ്പോൾ 77% പാസിംഗെ കുറിച്ച് മാത്രമേ ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടായിരുന്നുള്ളൂ. 14 ഫോളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ 15 ഫോളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡ് 2 ടീമിന് കിട്ടിയിട്ടായിരുന്നു. യെല്ലോ കാർഡുകളൊന്നും അങ്ങനെ വലിയ ഭീകരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു ആദ്യ മത്സരങ്ങളിലൊക്കെ റെഡ് കാർഡും യെല്ലോ കാർഡുകളിലൊക്കെ എണ്ണം കൂടിയപ്പോൾ റഫറിമാർ ഒന്നുകൂടെ കുറച്ച് സ്ലോ ഡൗൺ ആയിരിക്കാണ് വിചാരിക്കുന്നു.
അങ്ങനെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 3 കോർണേഴ്സ് ഇവിടെ പോർച്ചുഗൽ വിൻ ചെയ്തപ്പോൾ അവിടെ 2 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുള്ളത്, 2 സൈഡും ഓഫ് സൈഡ് ഈ 2 ഉള്ളത്. അപ്പോൾ എന്തായാലും പോർച്ചുഗലിന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോന്റെയും തിരിച്ചു വരവാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത കൊളംബിയ മത്സരത്തിനായി കാത്തിരിക്കുക. കൊളംബിയ നിസാരക്കാരല്ല, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അതിഗംഭീരമായിട്ട് യോഗ്യത കിട്ടിയിട്ട് വരുന്നതാണ്. ലൂയിസ് ഡിയാസ് നയിക്കുന്ന കൊളംബിയ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വമ്പൻ ശക്തികളായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വേൾഡ് കപ്പിന്. അതേപോലെ തന്നെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 3-1 തരിപ്പണമാക്കിയിട്ട് ഇനിയുള്ള മത്സരം എന്നാൽ DR കോങ്കോ. അവര് പോർച്ചുഗലിനെ 1-1 സമനിലയിൽ തളച്ചവരാണ്. അവർക്കെതിരെ കൊളംബിയ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർക്കെതിരെ വിജയം നേടുകയാണെങ്കിൽ പോർച്ചുഗലിനെ വെല്ലുവിളിയായിട്ട് 6 പോയിന്റുമായിട്ടായിരിക്കും അവരെത്തുക. അപ്പൊ എന്തായാലും പോർച്ചുഗൽ 28-ാം തീയതി ഞായറാഴ്ചയാണ് പോർച്ചുഗൽ വിസസ് കൊളംബിയ മത്സരം. അപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരം രാത്രി അർദ്ധരാത്രിയൊക്കെയാണ് തോന്നുന്നത് മത്സരം. 2 മണിക്ക് 2:30 മണിക്കാണ് എന്നുള്ള സംശയമാണ്. അപ്പോൾ എന്തായാലും പോർച്ചുഗൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് 1-ാം സ്ഥാനത്ത് ഉണ്ടാവുമോ അതോ കൊളംബിയ ആയിരിക്കും 1-ാം സ്ഥാനത്ത്? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അത് ചിലപ്പോൾ എല്ലാ പോർച്ചുഗൽ ഫാൻസും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.